UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻപ് LDF സർക്കാർ സപ്പോർട്ട് ചെയ്തിരുന്ന കുറെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവര് മാച്ച് കളയാൻ തീരുമാനിച്ചിരുന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് AD തോമസിനെയും, ഇപ്പോൾ ആലപ്പുഴ MLA ആണ് അദ്ദേഹം, AD തോമസിനെയും അജയ് ജോൽ കുര്യാക്കോസിനെയും തല്ലിച്ചതച്ച ഒരു രംഗം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അതിലേക്ക്? അപ്പൊ LDF അവര് തോറ്റിപ്പോ UDF അധികാരത്തിൽ വന്നു. അവർക്ക് ആ ഒരു തോൽവിയുടെ ഒരു സങ്കടം മാറുന്നതിന് മുമ്പ് തന്നെ പുതിയ പുതിയ കേസ്, അവർക്കെതിരെയുള്ള കേസ് പൊങ്ങി വരിക. ആദ്യം ഇപ്പൊ പറഞ്ഞ നവകേരള സദസ്സിന്റെ അന്നത്തെ ഇഷ്യൂ, പിന്നെ ഇപ്പൊ കേരളയില് ഇപ്പൊ അങ്ങനെ പല പല ഇഷ്യൂസാണ് പൊങ്ങി വരുന്നത്. നവകേരള സദസ്സിൽ നമുക്കറിയാം, ആ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് വിഷമം വരും, എന്തുമാത്രം അടിയാണ് അടിച്ചത്. പക്ഷെ അന്ന് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ച് എന്താണ് പറഞ്ഞത്? മുൻ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിരുന്നത്? രക്ഷാപ്രവർത്തനം, ഇതൊരു വെറും രക്ഷാപ്രവർത്തനം മാത്രമാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഗൺമാന്മാരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ താനൊരു MLA ആയപ്പോൾ, ആ ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് പോയപ്പോൾ പണ്ട് നടന്നതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് അവര്. അപ്പം നവകേരള സദസ്സിലെ ഇഷ്യൂ 12 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം അന്ന് കിട്ടിയ അടിക്ക് ഓരോന്നായിട്ട് ഓരോരുത്തർ പുറത്ത് കൊണ്ടുവരികയാണെന്ന് തന്നെ പറയാം. എനിക്ക് മനസ്സിലാവാത്തത്, ഈ നവകേരള സദസ്സിന് വേണ്ടി ഇവർ ഉപയോഗിച്ച ബസ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് കയറി ഇവർ കരിങ്കൊടി കാണിച്ചത് പോലെയാണ് ഇവര് എടുത്തിട്ട് അടിച്ചില്ലാതാക്കിയതെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ക്രൂരമായാണ് അവരെ അടിച്ച് ഒതുക്കിയതെന്ന് വേണം പറയാൻ. ബസ്സിനകത്ത് കയറിയത് പോലല്ലോ, മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചതുപോലുള്ള അടിയായിരുന്നു അവർക്ക് കിട്ടിയത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് LDFന്റെ ശക്തമായ കോട്ടയായിരുന്ന ആലപ്പുഴയിൽ AD തോമസിന് വിജയിക്കാനും സാധിച്ചത്. അപ്പം AD തോമസ് എത്ര ദിവസം, 1 മാസത്തോളം കണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ആശുപത്രി കിടക്കേണ്ടി വന്നത്. അപ്പൊ അന്ന് അദ്ദേഹം അനുഭവിച്ചതിനെല്ലാം ഇപ്പോൾ ഒന്നൊന്നായിട്ട് കിട്ടുമെന്ന് തന്നെ പറയാം. ഇത് കോടതിയിൽ എത്തിയ വിഷയമാണ്. കോടതി പറഞ്ഞിട്ട് പോലും ഇതിനെ അന്വേഷിക്കാതെ തേച്ച് മാച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് തന്നെ മായ്ക്കാൻ നോക്കിയെന്നുണ്ടായിരുന്നു ADGP അജിത് കുമാർ. അദ്ദേഹം എന്ന് പറയുന്നത് LDFന്റെ ഒരു വലം കൈ എന്ന് വേണം പറയാൻ. ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇതിന്റെ പിന്നിലുണ്ടെന്നത് വളരെ ജനങ്ങൾക്ക് വളരെ ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളുടെ വ്യവസ്ഥയോട്, പല ഭരണത്തോടുള്ള ഒരു വിശ്വാസം അതിലൂടെ പോവുകയാണ് ഓരോന്നായിട്ട്. ഈ ADGP അജിത് കുമാറിനും ഒരു പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. UDF സർക്കാർ വന്നതിന് ശേഷം അത്രയ്ക്കും വിവാദമായ ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റുക മാത്രം ചെയ്തിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ഥാനക്കയറ്റം കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ AD തോമസിനെ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥർക്ക് തന്നെ സ്ഥാനക്കയറ്റം കൊടുത്ത മന്ത്രിയാണ് അവരൊക്കെ. ഇത്രയും കേസിൽ പെട്ടിരുന്നവർക്കാണ് ഉദ്യോഗ കയറ്റം കൊടുത്തിരിക്കുന്നത്. വളരെ മോശമായ ഒരു കാര്യമാണ്. അവർക്കെതിരെ UDF ശക്തമായി മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ജനങ്ങൾ കൊടുത്ത അടിയും കൂടെ, ജനങ്ങൾ ഇതിനെല്ലാം പ്രതികാരം പോലെ, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു അടിയായിട്ടാണല്ലോ ഇത്രയും 102 സീറ്റിൽ നമ്മൾ UDFനെ വിജയിപ്പിച്ചത് തന്നെ. ആരൊക്കെയോ എവിടെയോ പറയുന്നത് പോലെ LDFന് ഇപ്പോഴും തോൽവി സമ്മതിക്കാൻ കുറച്ച് പാടാണ്. അവരെ തോൽവി VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവര് തോറ്റു എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. നവകേരള സദസ്സ് മാത്രമല്ലല്ലോ, ഇപ്പൊ കേരളയിൽ തന്നെ കണ്ടില്ലേ, എത്ര പേരുടെ കണ്ണീര് കുടിപ്പിച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വിരലിലെണ്ണാവുന്ന ദിവസമായതേ ഉള്ളൂ. പക്ഷെ ജനങ്ങളൊരു ആഘോഷമാക്കിയിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസമായിട്ട് പോലും അവർക്ക് അന്ന് നടന്ന എല്ലാത്തിനും ഇപ്പൊ മാറി അവർക്ക് നല്ല കാലം വരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലായാലും കേരളത്തിലെ ജനങ്ങൾക്കിടയിലായാലും വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നവീൻ ബാബു, ADM നവീൻ ബാബുവിന്റെ മരണം. ഒരു CPM പാർട്ടി അംഗമായ PP ദിവ്യ എന്ന് പറയുന്ന അവരെ ആ കേസ് തേച്ചു മായ്ക്കാൻ ഒരുപാട് CPMകാര് ശ്രമിച്ചിരുന്നു. ഒരുപാട് അവരുടെ കുടുംബം ഇപ്പോഴും അതിനെതിരെ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അങ്ങനെ കൊടുക്കില്ല. CBI അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുടുംബത്തിന് അവര് പറയുന്നത് സ്വയമേ നവീൻ ബാബു അങ്ങനെ ചെയ്യില്ല, PP ദിവ്യയുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നും ഒക്കെയാണ് പറയുന്നത്. 2024 നടന്ന സംഭവമാണ്. ഇതുവരെ അത് തെളിയിക്കാനും ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് CPMന്റെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയെങ്കിലും 11 ദിവസം മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്.
അത് കഴിഞ്ഞ് സുഖമായിട്ട് ഇതാ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്തെങ്ങാണ്ടല്ലേ അവിടെ ചെന്നിട്ട് കൈക്കൂലി ആരോപിച്ച് അത്രയും ക്യാമറയുടെ മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും അധിക്ഷേപിച്ചിട്ടാണ് അത്രയും എന്തൊക്കെയോ പറഞ്ഞിട്ടായിരിക്കണമല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തന്നെ. അപ്പം അതിന് അന്വേഷണം അന്ന് വലിയ പ്രശ്നങ്ങളായതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്തു PP ദിവ്യ. പക്ഷേ 11 ദിവസത്തിനുള്ളിൽ പുറത്തു വിട്ടു. അതിനുശേഷം പലരും പല കുടുംബാംഗങ്ങൾ പല ഇടത്തും കയറി ഇറങ്ങി ഇതിന് വേറെ അന്വേഷണം നടത്തണം, CBI അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചിട്ടും എങ്ങും എത്തിയില്ല. ഇതാ ഇപ്പം പഴകുളം മധു ഇതിന് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി അതും എന്താണെന്ന് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. തീർച്ചയായും അതും ഇപ്പോ വെളിച്ചത്ത് വരുന്ന രീതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നമുക്ക് ശ്രദ്ധ നേടിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ള. CPM-ന്റെ വലിയ തോൽവിക്ക് കാരണം സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് അവരെ എത്ര തേച്ച് മയച്ച് കളയാൻ നോക്കിയാലും പുതിയ പാരഡി ഗാനങ്ങൾ കോൺഗ്രസിനെതിരെ ഇറക്കിയാലും അതൊന്നും തേച്ച് മച്ച് കളയാൻ അവർക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇപ്പൊ മുട്ടിൽ മരമുറി കേസ് വന്നു. അതുപോലെ ഒരു ടൂറിസം പദ്ധതിയുടെ റോഷി അഗസ്റ്റിൻ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടു. മുട്ടിൽ മരമുറി കേസിൽ 100 കോടി രൂപയാണ് അങ്ങാണ്ട് CPM-ൽ എന്തോ തിരിമറി നടത്തിയെന്നാണ് പത്രത്തിൽ നിന്ന് വാർത്ത കണ്ടത്. അപ്പം ഓരോന്നായിട്ട് പതുക്കെ തുറന്നു വരികയാണ്. അതും നമുക്ക് അത്ഭുതം തോന്നുന്നു, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ഇത്രയും അഴിമതി നമുക്ക് പുറത്തോട്ട് വന്നു. അപ്പം ഇനി എത്രത്തോളം പുറത്തോട്ട് വരാൻ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിശയം. 10 വർഷത്തെ കിടപ്പില്ലേ സ്വർണ്ണക്കൊള്ള കേസ് തന്നെ പറയാം. അതില് പിണറായി വിജയൻ തെറ്റുകാരനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കൂടെ ഫോട്ടോ എടുത്തിട്ട് പിണറായി വിജയൻ തെറ്റുകാരനല്ല, എന്നാൽ സോണിയാഗാന്ധിയെ കാണാനെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയത് അടൂർ പ്രകാശ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വന്നായിരുന്നു. അടൂർ പ്രകാശാണ് ഇതിന് പിന്നിലെന്നും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല സത്യം. നമുക്കറിയാം, VN വാസവനായാലും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായാലും അവർക്കൊക്കെ ഇതിന് പിന്നിൽ എന്താണ് നടന്നതെന്ന് അറിയാം. അതെ, അവര് അത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഇനിയിപ്പോ തേച്ച് മാച്ച് കോൺഗ്രസ്സുകാര് പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. അതെ, അപ്പം ഈ സ്വർണ്ണക്കൊള്ള നടന്ന് അന്ന് ഇവർക്ക് മൊത്തം വരുന്ന LDF പ്രവർത്തകർക്ക് മുമ്പിലാണ് കൈ ചൂട്ടി പോകുന്നതല്ല. അന്ന് ഇവർക്ക് സംസാരിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് സോണിയാഗാന്ധിയായിട്ട് ഒരു ഫോട്ടോ കിട്ടിയത്. പിന്നീട് ഇതിനെപ്പറ്റി ആരെന്ത് ചോദിച്ചാലും എന്തിനാ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി, അപ്പൊ സോണിയാഗാന്ധിയാണ് സ്വർണം മോഷ്ടിച്ചത്, സോണിയാഗാന്ധിയുടെ വീട്ടിൽ കാണും, മൊത്തം സോണിയാഗാന്ധിയിലേക്ക് നീട്ടിയായിരുന്നു എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവർക്ക് വീട് കിട്ടിയ ഒരു അവസരം മാത്രമായിരുന്നു സോണിയാഗാന്ധി എന്നുള്ളൊരു പേര് തന്നെ. ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ 2-3 പേര് ജയിലിൽ കിടന്നു. കുറെ മാസങ്ങളോളം കിടന്നിട്ടും അവരൊരു ആക്ഷനും എടുത്തിട്ടില്ല. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇവർ സോണിയാഗാന്ധിയുടെ പിറകിൽ പോകുന്നതെന്ന് ഉള്ളത് വളരെ ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. റോഷി അഗസ്റ്റിയുടെ മലങ്കര ടൂറിസം പദ്ധതി 112 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കാനെന്നുള്ള പേരിൽ 112 കോടി രൂപ അഴിമതി നടത്തി എന്നൊരു കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ അന്വേഷണത്തിൽ എല്ലാവിധ സപ്പോർട്ടും നൽകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 112 കോടി രൂപ എവിടെ പോയി, എവിടെ നിന്നാണ് നഷ്ടമായത് എല്ലാം തെളിയുകയാണ്. അപ്പം റോഷി അഗസ്റ്റിൻ മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെയും എന്തൊക്കെ തിരിമറിയാണ് തങ്ങളുടെ ഇതിലൂടെ നടത്തിയത് എന്ന് നമുക്കിനി അറിയാം.